ലൈഫ് ലൈൻ മൈൻഡ് പവർ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. ശരീരത്തിനും മനസ്സിനും സുഖം തോന്നുന്ന സ്വസ്ഥമായ അവസ്ഥയിൽ ഇരിക്കാവുന്നതാണ്. കൈകൾ ചേർത്ത് മടിയിൽ വയ്ക്കുക. ഇടത് കൈക്കുള്ളിൽ വലത് കൈ വെച്ച് പെരുവിരലുകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഒരു ഊർജ്ജബന്ധം സ്ഥാപിക്കാം. സാവധാനം കണ്ണുകൾ അടയ്ക്കാവുന്നതാണ്. മനസ്സ് പൂർണ്ണമായി വിശ്രമത്തിലേക്ക് പോകുന്ന വളരെ സുഖകരമായ ഒരു അതീന്ദ്രിയ അനുഭൂതിയിലേക്ക് കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോൾ ധ്യാനാവസ്ഥയിലേക്ക് കടക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകുകയാണ്. നിങ്ങൾക്ക് ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. സാവധാനം തടസ്സങ്ങളില്ലാതെ അഗാധമായി ശ്വസിക്കുക. ഉള്ളിലേക്കും പുറത്തേക്കും ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ്. ശ്വാസത്തിൽ നിങ്ങളുടേതായ താളവും ക്രമവും സ്വീകരിക്കാം. ആഗ്രഹിക്കുമ്പോഴൊക്കെ ദീർഘശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു ഡിവൈൻ ഹീലിംഗ് എനർജി, ഒരു മഞ്ഞപ്രകാശം പോലെ ഉള്ളിലേക്ക് മൂക്കിലൂടെ കടക്കുന്നതായും അതോടൊപ്പം നല്ല ആശയങ്ങളും നല്ല ചിന്തകളും ഉള്ളിലേക്ക് പോകുന്നതായും സങ്കല്പിക്കുക. ശരീരത്തിൽ ഏതെങ്കിലും രോഗമോ ക്ഷീണമോ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ദൈവികമായ ആ മഞ്ഞപ്രകാശം അഥവാ ഹീലിംഗ് എനർജി കേന്ദ്രീകരിക്കാവുന്നതാണ്. നിങ്ങളുടേതായ താളത്തിൽ ക്രമത്തിൽ ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ടിരിക്കാവുന്നതാണ്. ശ്വാസം പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് ചിന്തകളും സങ്കടങ്ങളും രോഗങ്ങളും ഭയവും കറുത്ത നിറത്തിൽ പുറത്തേക്ക് പോയി താഴെ പതിക്കുന്നതായി സങ്കല്പിക്കുക. പ്രപഞ്ചശക്തിയുടെ ശക്തമായ ഊർജ്ജപ്രവാഹം ശ്വാസരൂപത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകുന്നു. മഞ്ഞ നിറത്തിൽ തീക്ഷ്ണമായി മുകളിൽ നിന്ന് വരുന്ന ആ ദൈവിക ഊർജ്ജം, അതോടൊപ്പം പോസിറ്റീവ് ചിന്തകളും ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് കടന്ന് ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുള്ള ഭയം, ദേഷ്യം, വെറുപ്പ്, കലഹം, നിരാശ, വിഷാദം ഇവയെല്ലാം അലിഞ്ഞ് കറുത്ത നിറത്തിൽ പുറത്തേക്ക് പോകുന്നതായി അനുഭവപ്പെടുന്നു. ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമിക്കുന്നതായും യുവത്വത്തിലേക്ക് പോകുന്നതായും അനുഭവപ്പെടുന്നു. സ്വയം ഇഷ്ടപ്പെടുന്ന താളത്തിൽ സുഖകരമായൊരു ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഇപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഡിവൈൻ ഹീലിംഗ് എനർജിയോടൊപ്പം നല്ല ആശയങ്ങളും ക്ഷമയും സ്നേഹവും കൃതജ്ഞതയും ഉള്ളിലേക്ക് ഒഴുകുന്നു. ഇപ്പോൾ ആ ഹീലിംഗ് എനർജി എല്ലാ ആന്തരിക അവയവങ്ങളിലേക്കും കടന്നു ചെല്ലുന്നു. ഇപ്പോൾ ശരീരം കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ നെഗറ്റീവ് ചിന്തകളും തെറ്റായ വിശ്വാസങ്ങളും എതിർവികാരങ്ങളും കുറ്റബോധങ്ങളും വിഷാംശങ്ങളും കറുത്ത നിറത്തിൽ പുറത്തുപോയി തറയിൽ പതിക്കുന്നതായി അനുഭവപ്പെടുന്നു. ഉള്ളിൽ കടന്ന അതിശക്തമായ ഊർജം എല്ലാ കോശങ്ങളിലേക്കും പടരുന്നു. ശരീരം ഇപ്പോൾ സ്വർണ്ണ നിറത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും പൂർണ്ണ വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു വരികയും എല്ലാ ഭാഗങ്ങളും പൂർണ്ണ വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനും അനുഭവിക്കാനും കഴിയുന്നുണ്ട്. ഇനി കാലുകളിലേക്ക് ശ്രദ്ധിക്കൂ. രണ്ട് കാലുകളും പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകുന്നു. ഓരോ പേശികളും അയഞ്ഞു വരുന്ന അറിയാൻ കഴിയുന്നു. കാൽവിരലുകൾ, കാൽപാദങ്ങൾ, കണങ്കാൽ, കാൽമുട്ടുകൾ ഇവ പൂർണ്ണമായും വിശ്രമത്തിലേക്ക് പോകുന്നത് നിങ്ങൾ അറിയുന്നു. കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് ശരീരം പോയിക്കൊണ്ടിരിക്കുന്നു. വിശ്രമത്തിന്റെ അലകൾ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. കാലിലെല്ലാ പേശികളും ഇടുപ്പ്, ഉദരം, നട്ടെല്ല്, പുറം ഭാഗത്തെ പേശികൾ
എല്ലാം പൂർണ്ണമായും വിശ്രമത്തിലേക്ക് പോകുന്നു. ശരീരഭാഗങ്ങൾ കൂടുതൽ വിശ്രമത്തിലേക്ക് പോകുന്ന അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ആന്തരിക അവയവങ്ങൾ, ദഹനേന്ദ്രിയങ്ങൾ, കിഡ്നികൾ, പാൻക്രിയാസ്, ലിവർ ഇവയെല്ലാം വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നു. റിലാക്സ്, റിലാക്സ് ആൻഡ് റിലാക്സ്. ഹൃദയം, ശ്വാസകോശം ഇവയെല്ലാം പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകുന്നത് നിങ്ങൾ അറിയുന്നു. തോളിലെ പേശികൾ, മുതുക്, നെഞ്ച്, കൈകൾ, കൈമുട്ടുകൾ, കൈവിരലുകൾ, കൈപ്പത്തി എല്ലാം പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകുന്നതായി അറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ ശരീരത്തിന്റെ വിശ്രമം മൊത്തത്തിൽ 10 ഇരട്ടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴുത്തും തോൾഭാഗവും പൂർണ്ണമായും വിശ്രമിക്കുന്നു. തോൾഭാഗത്തു നിന്നും ഏതോ ഭാരം പൂർണ്ണമായി ഇറങ്ങിപ്പോയിന്ന് അനുഭവപ്പെടുന്നു. കഴുത്ത്, മുഖം, താടിയെല്ലുകൾ, കവിളുകൾ, കാതുകൾ ഇവയെല്ലാം കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് പോകുന്നതായി അറിയാൻ കഴിയുന്നുണ്ട്. മനസ്സിന്റെ ജാലകങ്ങളായ നിങ്ങളുടെ കണ്ണുകൾ പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകുന്നു. കൺപോളകൾക്ക് കനം കൂടുന്നു. നെറ്റിത്തടം, ശിരസിന്റെ മുകൾ ഭാഗം, തലയുടെ പിൻഭാഗം എന്നിവ പൂർണ്ണ വിശ്രമാവസ്ഥ പ്രാപിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പൂർണ്ണ വിശ്രമത്തിലേക്ക് കടക്കുകയാണ്. ചുറ്റുവട്ടം നടക്കുന്ന എല്ലാ ശബ്ദങ്ങളും നിങ്ങളെ കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. മനസ്സിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ വിശ്രമം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ശരീരവും മനസ്സും പൂർണ്ണമായ വിശ്രമത്തിലേക്ക് കടക്കുകയാണ്. ശരീരത്തിലും നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിനെ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ സഹായിക്കുന്നു. ശരീരത്തിലുണ്ടാകുന്ന എല്ലാ തോന്നലുകളും മനസ്സിനെ അഗാധമായ വിശ്രമത്തിലേക്ക് നയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇനി ഓരോ അക്കം എണ്ണുമ്പോഴും വിശ്രമാവസ്ഥ 100 ഇരട്ടി വർദ്ധിക്കുന്നു. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 and 0. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും വിശ്രമത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്. മനസ്സിനെ മലിനപ്പെടുത്തുന്ന എല്ലാ ദേഷ്യങ്ങളും, പകയും വൈരാഗ്യവും മനസ്സിൽ നിന്ന് പൂർണ്ണമായി അലിഞ്ഞുപോയി കഴിഞ്ഞു. ആരോടും വിദ്വേഷമില്ല. ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും കൃതജ്ഞതയോടെ സ്മരിക്കുക. ഉപാധികളില്ലാത്ത സ്നേഹം എല്ലാവരിലേക്കും കവിഞ്ഞൊഴുകുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടേതായ സ്വന്തം ലോകം നിങ്ങൾക്കിപ്പോൾ കാണാം. നിങ്ങളുടെ തൊഴിൽ, ആരോഗ്യം, സമ്പത്ത്, അറിവിന്റെ തലങ്ങൾ, ബന്ധങ്ങൾ, ആത്മീയവും സാമൂഹികമായ പ്രവർത്തനങ്ങൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. നിങ്ങളുടെ മനസ്സിൽ അത് നിങ്ങൾ പുനഃസൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ തൊഴിൽ വളരെ വ്യക്തമായ രീതിയിൽ നിങ്ങൾ പുനഃസൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിജയങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം വളരെ ആഴത്തിൽ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്തതായി നിങ്ങളുടെ ആരോഗ്യം. നിങ്ങൾ സ്വപ്നം കാണുന്നു. നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ ആയിത്തീരുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ രൂപവും തൂക്കവും എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെർഫെക്റ്റായി തീരുന്നു. നിങ്ങൾ നവയൗവനത്തോടെ, ചുറുചുറുപ്പോടെ
നല്ല പ്രസരിപ്പോടെ, നല്ല സൗന്ദര്യത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ എല്ലാം നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് പുനർസൃഷ്ടിക്കുന്നു. നിങ്ങളിൽ എപ്പോഴും സമൃദ്ധിയും ഐശ്വര്യവും വന്നു നിറയുന്നു. നിങ്ങളുടെ അതിമനോഹരമായ പുതിയ വീട്ടിനകത്തെ എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ പൂർണ്ണ രൂപത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഓഫീസിലും എല്ലാം നിങ്ങളുടേതായ ധാരാളം പണം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പണത്തിന്റെ ഒരു കുത്തൊഴുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ ദർശിക്കാം. നിങ്ങളുടെ പുതിയ വാഹനം നിങ്ങൾക്കിപ്പോൾ കാണാം. അതിന്റെ പുതുമയും യാത്രാസുഖവും നിങ്ങൾക്കിപ്പോൾ ആസ്വദിക്കാം. നിങ്ങളിലേക്ക് സമ്പത്ത് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സമ്പത്തിന്റെ ഒരു വലിയ ശേഖരം നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലേക്ക് പുതിയ അറിവുകൾ വന്നു ചേരുന്നു. പുതിയ ജ്ഞാനം, പുതിയതായിട്ടുള്ള പഠന ഡിഗ്രികൾ, നിങ്ങൾ പങ്കെടുക്കുന്ന ക്ലാസുകളും ട്രെയിനിങ്ങുകളും ശില്പശാലകളും നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വായിക്കുന്ന അനേകം പ്രചോദനം ലഭിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ അറിവുകളും ജ്ഞാനങ്ങളും നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായി നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലാം വളരെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ മനസ്സിന് വളരെ മെച്ചപ്പെട്ട ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും എല്ലാ ബന്ധങ്ങളും ഹീൽ ചെയ്ത് സൗഖ്യത്തിലാക്കാനും നിങ്ങളുടെ മനസ്സിന് ഇപ്പോൾ കഴിയുന്നു. നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും ഇപ്പോൾ യോജിപ്പുള്ള, പൊരുത്തമുള്ളവയായിത്തീരുന്നു. നിങ്ങളുടെ മനസ്സിലിപ്പോൾ ധാരാളം പോസിറ്റീവ് ഫ്രണ്ട്സ് നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ലക്ഷ്യത്തിലെത്തിക്കാനായി പിന്തുണയും സഹായവും എത്തിക്കുന്ന അനേകം സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന അനേകം അപൂർവ വ്യക്തികളുമായി നിങ്ങൾ അടുക്കുന്നു. ഗുരുക്കന്മാരും വഴികാട്ടികളുമായ അനേകം മെന്റർമാർ, നിങ്ങളുടെ റോൾ മോഡൽസ്, ഇവരെല്ലാം നിങ്ങളുമായി കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അനുഗ്രഹീതമായ, ഇന്റിമേറ്റായ ഒരു കുടുംബജീവിതമാണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, ജീവിത പങ്കാളികൾ, കുട്ടികൾ എല്ലാവരുമായി ഏറ്റവും അടുത്ത ആരോഗ്യകരമായ ബന്ധം നിങ്ങളുടെ മനസ്സിപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി നിങ്ങൾ ലോകത്തിന് ചെയ്യുന്ന നന്മ, സാമൂഹിക പ്രവർത്തനങ്ങൾ, ആത്മീയ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ളവർക്കുണ്ടാകുന്ന സന്തോഷങ്ങളും വിജയങ്ങളും നിങ്ങൾ ലോക നന്മയ്ക്കായി, നിങ്ങളുടെ ഓർമ്മയ്ക്കായി ഒരടയാളമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ലെഗസി അഥവാ പൈതൃകം, ഇവയെല്ലാം നിങ്ങളുടെ മനസ്സ് പൂർണ്ണ രൂപത്തിൽ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ പുനഃസൃഷ്ടിക്കപ്പെട്ട ജീവിതം മൊത്തമായി ഒരിക്കൽ കൂടി നിങ്ങൾ കാണുന്നു. സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെ ദൃശ്യരൂപങ്ങൾ ഒരു സിനിമയിലെ പോലെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പുനഃസൃഷ്ടിച്ച നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ശബ്ദങ്ങളും നിങ്ങൾക്കിപ്പോൾ കേൾക്കാം. നിങ്ങളുടെ മനസ്സ് പുനഃസൃഷ്ടിച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലരോടൊത്ത് കഴിച്ച ആഹാരത്തിന്റെ രുചി, സ്വാദ് നിങ്ങളിപ്പോൾ അറിയുന്നു. അതിന്റെ ഗന്ധം നിങ്ങളിപ്പോൾ നുകരുന്നു. പുനഃസൃഷ്ടിക്കപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല സ്പർശനങ്ങളും
നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതം പ്രപഞ്ചശക്തിയുമായി ചേർന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ നന്മകളും എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും എൻ്റെ കഴിവുകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ എല്ലാ പ്രവൃത്തിയിലും ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചിന്തകളില്ലാത്ത ഒരു ലോകത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് കടക്കുന്നു. പ്രപഞ്ച മനസ്സുമായി നിങ്ങളുടെ മനസ്സിപ്പോൾ ലയിച്ചു ചേരുന്നു. പ്രപഞ്ചത്തിലെ സകല ജ്ഞാനവും നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മനസ്സിൽ വരുന്ന രണ്ട് ചിന്തകളുടെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ നിങ്ങളുടെ മനസ്സ് ചിന്തകളില്ലാത്ത ഒരു ലോകത്തിൽ പ്രപഞ്ചശക്തിയിൽ ലയിക്കുന്നു. ഇപ്പോൾ നിങ്ങളിലേക്ക് അതീന്ദ്രിയ ജ്ഞാനവും പ്രപഞ്ചശക്തിയിൽ നിന്നുള്ള ഊർജവും ഒഴുകുന്നു. നിങ്ങൾ അന്തർജ്ഞാനം, ഇൻറ്റ്യൂഷൻ, അതീന്ദ്രിയ ജ്ഞാനം എന്നിവ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയമെടുത്ത് ചിന്തകളില്ലാത്ത ലോകത്തിൽ ദൈവിക അനുഭൂതികൾ അനുഭവിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാം. സാവധാനം ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിനിയും അഗാധ വിശ്രമത്തിലേക്ക് പോകാം. ഇതുപോലെ എപ്പോൾ കൈകൾ മടിയിൽ കൂട്ടിവെച്ച് പെരുവിരലുകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഊർജ്ജബന്ധം സ്ഥാപിക്കുന്നുവോ അഥവാ ശ്വാസത്തെ നിയന്ത്രിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ വീണ്ടും പൂർണ്ണ വിശ്രമത്തിലേക്ക് തിരിച്ചു പോകും. ഇപ്പോൾ വിശ്രമത്തിൽ നിന്നും നിങ്ങൾക്ക് മടങ്ങി വരാവുന്നതാണ്. 1. ഒരു ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ എല്ലാ നല്ല വ്യക്തിത്വവും ഊർജങ്ങളും നിങ്ങളോടുകൂടി ചേരുന്നു. 2. ശ്വാസം വിടാവുന്നതാണ്. 3. ഒരു ദീർഘശ്വാസം വീണ്ടും എടുക്കുക. 4. ശ്വാസം വിടാവുന്നതാണ്. 5. ഒരു ദീർഘശ്വാസം എടുത്ത് ഉണർവിലേക്ക് വരാം. കൈപ്പത്തികൾ കൂട്ടിത്തിരുമി ചൂടാക്കി കണ്ണിന് മുകളിൽ വെച്ച ശേഷം പൂർണ്ണ ബോധത്തിലേക്ക് വരിക. മെല്ലെ കണ്ണുകൾ തുറന്ന് ഉണർവിലേക്ക് വരാവുന്നതാണ്. നിങ്ങൾക്കൊരു ശുഭദിനം ആശംസിക്കുന്നു. ഹായ് മാജിക് മോർണിംഗ്. ബി മാജിക്കിന്റെ 2224ാമത് സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ദി പവർ ഹൗസ് വിത്തിൻ യു എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് ട്രെയിനർ ആയിട്ടുള്ള ഷബാസ് മാം ആണ്. വെൽക്കം മാം. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച മാമിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് ഈ ഒരു സുന്ദര ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ സാധിച്ചതിന് ദൈവത്തിനോട്, സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എനിക്ക് മാക്സിമം ഇന്ന് സാറ്റർഡേ ഒക്കെ അല്ലേ, മിക്കവരും ലീവൊക്കെ ഓഫൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ആക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇതില് 11 പാർട്ടിസിപ്പൻസേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഓൺ ആക്കിയിരിക്കുകയാണെങ്കിൽ ഫേസ് ടു ഫേസ് അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അടുത്ത് അറിയാൻ സാധിക്കും. ദയവ് ചെയ്ത് വീഡിയോ ഓൺ ആക്കാൻ സാധിക്കുന്നവരെല്ലാം ഒന്ന് ഓൺ ആക്കുക. ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ
ഏതൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും മിക്ക പ്ലാറ്റ്ഫോമിലും ഞാൻ ആദ്യം എടുക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു. കാരണം എന്നെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു ടോപ്പിക്കിനോടുള്ള അഭിനിവേശം തന്നെയാണ്. എന്നെ മനസ്സിലാക്കാൻ എനിക്ക് സഹായിച്ചത്. അല്ലെ? നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിലെ പവർ എന്താണ്, ട്രഷർ ഹൗസ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫിൽ, അല്ലെ, നമ്മുടെ പവർ അറിഞ്ഞാൽ ആ പവർ വെച്ച് നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ഏറ്റവും ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് ഞാൻ മേ ബി ചിലപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവാം. ഈ ഒരു ടോപ്പിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ഇപ്പൊ 2 ദിവസം മോളൊന്ന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പൊ ഈ ഇതേക്കുറിച്ച് കൂടുതൽ ഞാൻ ആ ഒരു സമയത്ത് വീണ്ടും എന്റെ മൈൻഡിലേക്ക് വന്നിട്ട് ഞാൻ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ മെമ്മറിയിലേക്ക് എടുക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് പെട്ടെന്ന് ഇന്നലെ ഞാൻ മാമിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ താല്പര്യം ആ ടോപ്പിക്ക് പറയുവാണെങ്കിൽ അതെനിക്ക് എടുക്കാം, അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. മാമിന് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ഈ ഒരു ടോപ്പിക്ക്. അപ്പൊ ദ പവർ ഹൗസ് വിത്തിൻ യു. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും നമുക്ക് ഒരുപാട് പവറുകൾ ഉണ്ടാവും. അതിൽ ഏറ്റവും നമ്മുടെ ലൈഫില് നമ്മുടെ ഏറ്റവും വലിയ ട്രഷർ ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഞാനൊരു ചെറിയൊരു ആക്ടിവിറ്റി, ഞാൻ വീഡിയോ ഓൺ ആക്കാൻ പറഞ്ഞത് ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ ഉള്ളിലെ പവർ എന്താണ്, നമ്മുടെ പണമാണോ, പദവിയാണോ, അംഗീകാരങ്ങളാണോ, ഇതൊക്കെയാണോ നമ്മുടെ പവർ, അതോ അതിലും മേലെ നമ്മുടെ ഉള്ളില് നമ്മൾ ആരും അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരു പവർ ഉണ്ടോ? ഇതെല്ലാം നമുക്ക് അറിയണമെങ്കിൽ നമുക്കതിന് എന്ത് കാര്യത്തിനും നമുക്ക് എന്താണ് ഒരു പ്രൂഫ് മിക്കവരും ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെ? സയന്റിഫിക്കലി തിങ്ക് ചെയ്യുന്ന എല്ലാവരും ഒരു പ്രൂഫ് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ വെറുതെ ഒരാളൊരു കാര്യം വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ചെയ്ത ഇത് വർക്കൗട്ട് ആകും എന്ന് പറഞ്ഞാലും നമ്മുടെ ലോജിക്കൽ മൈൻഡ് ഉള്ള കാലം, അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉള്ള കാലത്തോളം നമ്മൾ അത് ചിന്തിക്കും. ഈ പറയുന്ന ആ ഒരു ട്രെയിനർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എല്ലാവരും ചിന്തിക്കും. അപ്പൊ നിങ്ങൾ ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിലൂടെ ജസ്റ്റ് ഒന്ന് പോകണം. ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങളൊന്ന് അനുഭവിക്കാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിൽ കൂടെ പോയി അത് അനുഭവിച്ചു നോക്കിയിട്ട് ഓക്കെ ഇത് ഓക്കെ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇവിടെ ഇരുന്ന് ചിലപ്പോ എന്താണ് അമേരിക്കയിലോ മറ്റുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. പക്ഷെ നമ്മളത് അനുഭവിക്കുന്നതും അവിടെ ഉള്ള ജനങ്ങള് ഇത് അനുഭവിക്കുന്നതും നമ്മൾ ജസ്റ്റ് വാക്കുകളിലൂടെ ഇമാജിനേഷനിലൂടെ ആയിരിക്കും. അതും തമ്മിൽ എന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, റെഡിയാണെന്ന് കരുതുന്നു. അപ്പോഴാണ് നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് സ്വന്തം മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഞാനിവിടെ ഒരു അരമണിക്കൂർ ക്ലാസ് എടുത്തിട്ട് ഇതാണ് കേട്ടോ നിങ്ങളുടെ പവർ എന്ന് പറഞ്ഞു പോകുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യാൻ സാധിക്കുമ്പോഴായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ണടയ്ക്കേണ്ട, ജസ്റ്റ് എന്റെ ഹാൻഡ് നിങ്ങൾക്ക് കാണാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കൈയുടെ ഈ രണ്ട് കൈ നമ്മളിങ്ങനെ കൈയില് ഹാൻഡ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പെയിൻ തോന്നുന്ന രീതിയിൽ സ്ട്രെയിൻ ചെയ്താവരുത്. വളരെ സില്ലി ആയിട്ട്, അതായത് കൈക്കൊരു പെയിൻ വരാത്ത രീതിയിൽ വളരെ ഇതായിട്ട് കൈ പിടിക്കണം. അതായത് ഒരുപാട് ഡിസ്റ്റൻസ് ഇടണ്ട, വളരെ ഫ്രീ ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കൈകൾ രണ്ടെണ്ണം ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ച ശേഷം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഇല്ല, അടുപ്പിച്ചല്ല, ഒരു ചെറിയ ഡിസ്റ്റൻസ് ഇതിന്റെ ഇടയിൽ ഇടണം. ഇതിന്റെ ഉള്ളിൽ ഒരു ഡിസ്റ്റൻസ് വേണം. രണ്ട് കൈകളുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യണം. വോയിസ് ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് കൈകളുടെ ഇടയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട ശേഷം കൈ ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുക. ശേഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച ശേഷം
ഞാൻ പറയുന്ന പോലെ ഇമാജിൻ ചെയ്യുക. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഫോർ എ മൊമെന്റ്, ബ്രീത്ത് ഔട്ട് സ്ലോലി. Again, take a deep breath in, hold for a moment, breathe out slowly. ശേഷം നിങ്ങൾ റിലാക്സ് ആയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ബോഡിയും മൈൻഡും പൂർണ്ണമായിട്ടും റിലാക്സ് ആക്കുക. റിലാക്സ് യുവർ മൈൻഡ്, റിലാക്സ് യുവർ ബോഡി, കംപ്ലീറ്റ്ലി റിലാക്സ്. റിലാക്സ്. നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങൾക്ക് പൂർണ്ണമായും റിലാക്സ് ആയി എന്ന് തോന്നും. ആ ഒരു റിലാക്സ് ആയിരുന്നു കൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇത് പൂർണ്ണമായിട്ടും ഇമാജിൻ ചെയ്യണം. നിങ്ങളുടെ ആ രണ്ട് കൈകളുടെ ഇടയില് ഞാൻ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആ ഒരു മാഗ്നറ്റ്, പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് ഇമാജിൻ ചെയ്യണം. ഞാൻ ആ മാഗ്നറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സൂപ്പർ നാച്ചുറൽ പവറിൽ നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു സൂപ്പർ പവർ ഉള്ള ഒരു മാഗ്നറ്റ് ആണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു മാഗ്നറ്റ് ഇമാജിൻ ചെയ്യുക. ആ സാധാരണ മാഗ്നറ്റ് എന്താണ് ചെയ്യുന്നത്? അയണിനെ അട്രാക്ട് ചെയ്യുമെങ്കിൽ ഈ മാഗ്നറ്റിന് മറ്റൊരു സൂപ്പർ പവർ ആണ്. ഇത് രണ്ട് കൈകളെയും അട്രാക്ട് ചെയ്യാൻ പവറുള്ള ഒരു മാഗ്നറ്റ് ആണ്. ഇമാജിൻ ആ സൂപ്പർ പവർ ഉള്ള ആ മാഗ്നറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ആ മാഗ്നറ്റ് നിങ്ങളുടെ രണ്ട് കൈകളെയും ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. രണ്ട് കൈകളെയും ഈ സൂപ്പർ പവറുള്ള ഈ മാഗ്നറ്റ് ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യണം. നിങ്ങളുടെ രണ്ട് കൈകളെയും ഈ സൂപ്പർ പവറുള്ള മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുകയാണ്. നിങ്ങൾ എത്രത്തോളം അകറ്റാൻ ശ്രമിക്കുന്നു, ഈ സൂപ്പർ പവറുള്ള മാഗ്നറ്റ് നിങ്ങളുടെ കൈകളെ രണ്ടും അടുപ്പിക്കുകയാണ്. ആ പവർ അട്രാക്ട് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കണം. ആ മാഗ്നറ്റ്, ആ സൂപ്പർ മാഗ്നറ്റ് ഇമാജിൻ ചെയ്യുക. ആ മാഗ്നറ്റ് അതീവ പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റ് നിങ്ങളുടെ രണ്ട് കൈകളെയും അട്രാക്ട് ചെയ്യുന്നു. നിങ്ങളുടെ രണ്ട് കൈകളും അടുത്തടുത്ത് വരികയാണ്. ആ സൂപ്പർ പവറുള്ള മാഗ്നറ്റ് രണ്ട് കൈകളെയും അട്രാക്ട് ചെയ്യുന്നു. നിങ്ങൾ എത്രത്തോളം അകറ്റാൻ ശ്രമിക്കുന്നോ അത് കൂടുതൽ ആഴത്തിൽ നിങ്ങളുടെ രണ്ട് കൈകളെയും അട്രാക്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ രണ്ട് കൈകളും അട്രാക്ട് ചെയ്ത് അടുത്ത് വരികയാണ്. ആ പവർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം അകറ്റാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ രണ്ട് കൈകളെയും ഈ മാഗ്നറ്റ് അടുപ്പിച്ചു കൊണ്ടുവരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് കൈകളെയും ഇമാജിൻ ദാറ്റ് നിങ്ങളുടെ രണ്ട് കൈകളെയും ഈ സൂപ്പർ പവറുള്ള മാഗ്നറ്റ് അടുപ്പിക്കുകയാണ്. ആ ഫോഴ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഫോഴ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സൂപ്പർ പവറുള്ള മാഗ്നറ്റ് നിങ്ങളുടെ രണ്ട് കൈകളെയും അടുപ്പിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റ് നിങ്ങളുടെ രണ്ട് കൈകളെ അടുപ്പിച്ച് നിങ്ങളുടെ കൈ അടുത്ത് വരികയാണ്. നിങ്ങളുടെ കൈ വളരെ അടുത്ത് വരികയാണ്. നിങ്ങളുടെ കൈ വളരെ അടുത്ത് വരികയാണ്. നിങ്ങളുടെ കൈ വളരെ അടുത്ത് വരികയാണ്. ഈ രണ്ട് കൈകളും കൂടി ടച്ച് ചെയ്യുന്ന രീതി ടച്ച് ചെയ്യുകയാണ്. രണ്ട് കൈകളും അടുത്ത് വന്ന് ടച്ച് ചെയ്യുകയാണ്. രണ്ട് കൈകളും അടുത്ത് വന്ന് ടച്ച് ചെയ്യുകയാണ്. ടച്ച് ചെയ്തു. നിങ്ങൾ എത്ര അകറ്റാൻ ശ്രമിക്കുന്നു അത്ര അടുത്ത് വന്ന് അത് ടച്ച് ചെയ്ത് ഒട്ടി. കൈകൾ രണ്ടും ഒട്ടി ചേർന്നിരിക്കുന്നു. രണ്ട് കൈകളും ഒട്ടിച്ചേർന്നിരിക്കുന്നു. ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ്. ശേഷം നിങ്ങളുടെ കൈകളിലേക്ക് നോക്കിക്കേ. ഇല്ലേ? നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് വന്നില്ലേ? കൈകൾ അടുത്ത് വന്നില്ലേ? ഷൈനി മാമിന്റെ എല്ലാം, ഷൈനി മാം, മാനിസാറിന്റെ ഒക്കെ കൈകൾ അടുത്ത് വന്നു. ഷൈല മാമിന്റെ മാത്രം വന്നില്ല. കാരണം ഷൈല മാം കൈകൾ വെച്ച പൊസിഷൻസ് കറക്റ്റ് ആയിരുന്നില്ല. ഞാൻ തന്ന നിർദ്ദേശം കറക്റ്റ് ആയിട്ടല്ല ഷൈല മാം ചെയ്തത്.
ബാക്കി ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളവരുടെ എല്ലാവരെയും ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് ശൈല മാം ഞാൻ ആദ്യം പറഞ്ഞ നിർദ്ദേശങ്ങൾ കറക്റ്റ് അല്ല പാലിച്ചത്, അതുകൊണ്ടാണ് മുകളിലേക്ക് ഫേസ് ചെയ്താ പിടിച്ചത്, നേരെ ഫേസ് ടു ഫേസ് പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് കൊണ്ടാണ് ഷൈല മാമിന് ഇത് ഫീൽ ചെയ്യാൻ സാധിക്കാതിരുന്നത്. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, അതായത് ഇത് അട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു ഫീല് എന്തോ നമ്മളെ രണ്ട് കൈകളെയും അടുപ്പിക്കുന്നതായിട്ട് ഫീൽ ചെയ്തോ എന്നൊന്ന് ഓപ്പൺ ചെയ്തു അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. ബഷീർ സാറ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു, അതായത് രണ്ട് കൈകളെയും അട്രാക്ട് ചെയ്യുന്ന എന്തോ ഒരു ഫോഴ്സ് അതിന്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലേ? റിയാലിറ്റിയില് ഞാൻ അവിടെ ഒരു മാഗ്നറ്റ് കൊണ്ടുപോയി വെച്ചോ? ഇല്ല, ഞാൻ മാഗ്നറ്റ് കൊണ്ടുപോയി വെച്ചില്ല, ഒന്നും ചെയ്തില്ല. നിങ്ങളെ എന്താണ് ഞാൻ മാഗ്നറ്റ് കൊണ്ടുവച്ചതായിട്ട് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞു, നിങ്ങളോട് ഫീൽ ചെയ്യാൻ പറഞ്ഞു, ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യാൻ പറഞ്ഞപ്പോ ആരാണോ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇമാജിൻ ചെയ്തവര് അല്ലെങ്കിൽ അങ്ങനെ ഫീൽ അത് ഉള്ളിലേക്ക് എടുത്തവര്, ഈ ഒരു ആക്ടിവിറ്റി എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല. എന്തുകൊണ്ടാണ്? ആരൊക്കെയാണോ ഇങ്ങനെ ഒരു മാഗ്നറ്റ് ഇരിക്കുന്നതായിട്ട് മൈൻഡിന് നിർദ്ദേശം കൊടുത്തിട്ട് ആ ഫീലിങ്സ് എല്ലാം കൊണ്ടുവന്നത്, അവർക്ക് ഇത് ഷൈനി മാമിന്റെ ഒക്കെ വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ ടച്ചായി. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിർദ്ദേശം കറക്റ്റ് ആയിട്ട് മൈൻഡിന് കൊടുത്തു. അല്ലാതെ റിയാലിറ്റിയിൽ എല്ലാവർക്കും ആ ഒരു അതുപോലെ എന്തോ ഒരു അട്രാക്ഷൻ പവർ അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഈ അട്രാക്ഷൻ പവറിന് കാര്യം നമ്മുടെ മൈൻഡാണ്. അതായത് നമ്മൾ മൈൻഡിന് ഒരു നിർദ്ദേശം കൊടുത്തു, നിങ്ങളുടെ കൈകളുടെ ഇടയിൽ ഒരു മാഗ്നറ്റ് ഉണ്ട് എന്ന നിർദ്ദേശം കൊടുത്തു. റിയാലിറ്റിയിൽ അങ്ങനെ ഒരു മാഗ്നറ്റ് ഉണ്ടോ? ഇല്ല. എന്നിട്ടും നമുക്ക് ആ ഒരു അട്രാക്ഷൻ ഫീലിംഗ് നമുക്ക് സാധിച്ചു. ഇനി ഇതിൽ ചിലർക്കൊക്കെ ഹിപ്നോട്ടിസം അറിയായിരിക്കും. ഹിപ്നോട്ടിസത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ ടെക്നിക്സ് ആണ്. അതായത് നമ്മൾ മൈൻഡിന് നിർദ്ദേശം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിന് നിർദ്ദേശം കൊടുക്കുക, നിങ്ങളുടെ പേര് മറന്നു പോകട്ടെ, അവിടെ നമ്മുടെ പേര് മറന്നു പോകും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേര്, ഇതാണ് നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞ് മൈൻഡിന്. ഇനി എല്ലാവരും ഹിപ്നോട്ടിസം ചെയ്താൽ വർക്കൗട്ട് ആവില്ല. ആർക്കാണോ പ്രോപ്പർ ആയിട്ട് മൈൻഡിന് ഈ നിർദ്ദേശം കൊടുത്ത് മൈൻഡിനെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റുന്നത്, മൈൻഡിന് അതായത് ഇപ്പൊ നമ്മളൊരു സ്കൂള് അല്ലെങ്കിൽ ഒരു കുറച്ച് കുട്ടികളെ എടുത്തു, കുട്ടികൾക്ക് നമ്മൾ ചെന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ്? ചില ടീച്ചേഴ്സ് ചെന്ന് പറഞ്ഞാൽ ആ പിള്ളേരെല്ലാം കറക്റ്റ് ആയിട്ട് അനുസരിക്കും. ചില ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ചിലപ്പോ അനുസരിക്കണമെന്നില്ല. അതായത് നമ്മൾ പറയുന്ന രീതി, അവരെടുക്കുന്ന രീതി, ഇതിനെല്ലാം ഇത് ബാധകമാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന മൈൻഡിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങള് മൈൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരും. അപ്പൊ നമുക്ക് മൈൻഡിന് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതായിരിക്കില്ലേ നമ്മുടെ ഏറ്റവും വലിയ പവർ. നമ്മുടെ മൈൻഡിന് എല്ലാത്തിനുള്ള പവർ ഉണ്ട്. കാരണം ഇപ്പോ നമ്മൾ പറഞ്ഞു കൈകൾക്കിടയിൽ ഒരു അട്രാക്ഷൻ ഫീലിംഗ് കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോ മൈൻഡ് അട്രാക്ഷൻ ഫീലിംഗ് കൊണ്ടുവന്നു. അവിടെ ഒരു എന്താണ് മാഗ്നറ്റ് ഇല്ല, എന്നിട്ടും ആ ഒരു അട്രാക്ഷൻ പവർ അവിടെ കൊണ്ടുവന്നു. അതുപോലെ നമ്മളുടെ മൈൻഡിന് നമ്മളെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് നമ്മുടെ മൈൻഡ്. ആ മൈൻഡ് യൂസ് ചെയ്ത് നമുക്ക് ലൈഫിൽ എന്ത് സക്സസും നേടാൻ സാധിക്കും. ഇത് നമ്മൾ പറയുമ്പോ ഇപ്പൊ ഈ ഒരു ജസ്റ്റ് ചെറിയൊരു, ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ആക്ടിവിറ്റി ഞാൻ ഇതിൽ കാണിച്ചു. ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക്, അതുപോലെ മൈൻഡിന്റെ പവർ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തവർക്ക് അവർക്ക് ഒരു വിശ്വാസം വരും, ശരിയാണ് ഈ മൈൻഡ്. ഇനി ഇതൊന്നും ഇമാജിൻ ചെയ്യാതെ, മൈൻഡിന് വേണ്ട നിർദ്ദേശം ഒന്നും കൊടുക്കാതെ, ഇതൊന്നും അവരുടെ ലൈഫിൽ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവര് വീണ്ടും ചിന്തിക്കുകയാണ്, ഇതൊന്നും നടക്കില്ല. അപ്പൊ ആ കൊടുക്കുന്ന ഇൻഫർമേഷനും ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മുടെ മൈൻഡിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും നമ്മുടെ മൈൻഡിന്റെ പവർ, ഇപ്പൊ വിഷ്വലൈസേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് യൂട്യൂബ് ഒക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് കാണാൻ പറ്റുന്നതാണ്.
നിങ്ങളുടെ മൈൻഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അവർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ തന്ന് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഈ മൈൻഡിന്റെ പവർ ഉപയോഗിച്ച് വർക്കൗട്ട് ആക്കാൻ സാധിക്കുന്ന ഒരുപാട് വീഡിയോസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഒക്കെ ഒത്തിരി വീഡിയോസ് നമ്മളുടെ യൂട്യൂബിൽ കാണാറുണ്ട്. പക്ഷെ പലരിടത്തും ഞാൻ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊക്കെ ഫേക്ക് ആണ്, ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന ഒരു ഭാഗം ആളുകളുണ്ട്. നിങ്ങളുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പലരും നടക്കില്ല എന്നുള്ള ഒരു രീതിയിലേക്ക്, ഇതൊക്കെ ഫേക്ക് ആണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ മനസ്സിന്റെ ആ അപാര ശക്തി തിരിച്ചറിഞ്ഞവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ അസുഖങ്ങള് അതിന്റെയൊക്കെ അത് സയന്റിഫിക് ആയിട്ട് അല്ലാതെ ഫേക്ക് ആയിട്ട് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഈ ഇത് നടക്കില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് കൊടുക്കുമ്പോൾ അവര് വെറുതെ ലോജിക്കലി ഇത് നടക്കില്ല എന്ന ഒരു മുൻധാരണയോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോ മുൻധാരണയോട് കൂടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്താണ്? ഇത് നടക്കില്ല എന്നതാണ്. ഇത് നടക്കില്ല എന്ന നിർദ്ദേശം നമ്മൾ മനസ്സിന് കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. മനസ്സിന് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ അടിയുറച്ച വിശ്വാസം നടക്കില്ല എന്നാണ്. ആ ഒരു വിശ്വാസം കൊടുത്ത ശേഷം മൈൻഡിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. മൈൻഡിന് കിട്ടിയ വിശ്വാസം ഏതാ? നടക്കില്ല. അപ്പൊ എന്താണ് ആ മൈൻഡ് ചെയ്തു തരുന്നത്? നമ്മൾ എന്ത് വിശ്വസിച്ചോ ആ കാര്യമാണ് ആ മൈൻഡ് ചെയ്തു തരുന്നത്. പകരം നമുക്ക് നടക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് എങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മളെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ മൈൻഡിന്റെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ശരിക്കും സയന്റിഫിക് ആയിട്ട് ആ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മീൻസ് സയന്റിഫിക് എന്ന് പറയാൻ കാര്യം നമ്മള് ഇപ്പൊ ഹിപ്നോട്ടിസം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹിപ്നോട്ടിസത്തിന്റെ ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പോ ഹിപ്നോട്ടിസത്തില് ഒരാൾക്ക് ശരീരത്തിന് ബോഡി ടെമ്പറേച്ചർ കൂടും എന്ന് പറഞ്ഞ് നമ്മൾ മൈൻഡിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ചൂട് കൂടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കൈകളുടെ ഉള്ളിൽ മാഗ്നറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അട്രാക്ട് ചെയ്യിപ്പിച്ച പോലെ നിങ്ങളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടും എന്ന് പറഞ്ഞ് മൈൻഡിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടും. അതെന്താണ്? നമ്മുടെ മൈൻഡിന് എന്ത് നിർദ്ദേശമാണോ അത് വെച്ചിട്ടാണ് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുന്നത്. ആ ഒരു കാര്യം നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. ഉറപ്പുള്ള കാര്യമാണ്. ഇതുപോലെ നമ്മൾക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൈൻഡ് അതിനനുസരിച്ച്, അതായത് നമ്മൾ കൊടുക്കുന്ന ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം എന്താണോ നമ്മുടെ മൈൻഡ് കരുതുവാണ് അത് റിയൽ ആണ്. മൈൻഡിന് റിയാലിറ്റി എന്താണ് ഫേക്ക് എന്താണ് എന്നൊന്നും അറിയില്ല. നമ്മളൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യം കൃത്യമായിട്ട് മൈൻഡിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈൻഡ് കരുതും അത് റിയൽ ആണ്. ഇപ്പൊ നമ്മൾ എന്താണ് കൊടുത്തത്? ഒരു മാഗ്നറ്റ് ഉണ്ട് എന്ന ഒരു ഫേക്ക് ഇൻഫർമേഷൻ ആണ് മൈൻഡിന് കൊടുത്തത്. പക്ഷെ മൈൻഡ് കരുതി ആ കൊടുത്ത ഇൻഫർമേഷൻ കറക്റ്റ് ആണ് എന്ന് കരുതിയിട്ട് അവിടെ അട്രാക്ഷൻ കൊണ്ടുവന്നു. അതുപോലെ നമ്മൾ കൊടുക്കുന്നത് മൈൻഡിന് ഫേക്ക് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയാൽ ഭാവിയിൽ അത് റിയൽ ആക്കി മാറ്റാൻ സാധിക്കും. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം പ്രോപ്പർ ആയിരിക്കണം. ഈ നിർദ്ദേശം നടക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കൊടുത്ത നിർദ്ദേശം എന്താ? ഈ നിർദ്ദേശം നടക്കില്ല എന്നതാണ്. നമ്മൾ കൊടുക്കുമ്പോൾ അത്രയും ട്രസ്റ്റിലോടുകൂടി നമ്മൾ മനസ്സിന് കൊടുത്താൽ അത് വരണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് എന്താണ് എന്ന് നോക്കാം. യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് ഫെർട്ടൈൽ സോയിൽ. നമ്മുടെ ഈ പറഞ്ഞ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഫെർട്ടൈൽ സോയിൽ പോലെയാണ്. നമ്മൾ എന്താണോ അതിലിടുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഇത് നടക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ അതാണ് അല്ലെ, നമ്മൾ എന്താണ് നടന്നത്. നമ്മൾ പയറുവിത്ത് ഇട്ടിട്ട് ഞാൻ പാവൽ വിത്ത ഇട്ടേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇട്ടത് എന്താണ്? പയറുവിത്താണ് നമ്മൾ ഇട്ടത്. ഇവിടെ പയറെ അതായത് നടക്കില്ല എന്നുള്ള മെസ്സേജ് ഇട്ടിട്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിതച്ച വിത്ത് നടക്കില്ല എന്നതാണ്. ആ കാര്യം നടക്കില്ല. പകരം
നേരെ തിരിച്ചാണെങ്കിൽ ഈ സംഭവം വർക്കൗട്ട് ആക്കാൻ സാധിക്കും. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്, ആ സംഭവം എന്ത് ചെയ്യും, നമുക്ക് വർക്കൗട്ട് ആയിട്ട് വരും. 1 മിനിറ്റ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ എന്താ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ആ ഇന്നർ പൊട്ടൻഷ്യൽ എല്ലാവർക്കും ഉണ്ട്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നമ്മുടെ തോട്ട്സ്, ഇമോഷൻ, ഹാബിറ്റ്, ബിഹേവിയർ ഇതെല്ലാത്തിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മൾ എന്താണോ നമ്മുടെ മൈൻഡ് തോട്ടായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അത് നമ്മുടെ ലൈഫായിട്ട് മാറും. ചേഞ്ചിങ് ബിലീഫ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ലൈഫ്. പറഞ്ഞു, നമ്മൾ എന്ത് ബിലീഫ് ആണോ മൈൻഡിന് കൊടുക്കുന്നത്, അതാണ് നമ്മുടെ ലൈഫിന്റെ ഡയറക്ഷൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആ ഡയറക്ഷനിലേക്കായിരിക്കും നമ്മുടെ ലൈഫ് പോകുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡിന് 2 ഇതുണ്ട്, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. നമ്മൾ ചിന്തിക്കുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ടാണ്. പക്ഷെ നമുക്ക് മറ്റൊരു ഭാഗം, അറിയില്ലാത്ത ഒരു ഭാഗമുണ്ട്, അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ആ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ ബിലീഫ്സും ഹാബിറ്റും ഇതെല്ലാം നിൽക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് പോലെയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വെറും 10% ഉള്ളൂ, ബാക്കി 90% സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് കോൺഷ്യസ് മൈൻഡ് ആണോ സബ് കോൺഷ്യസ് മൈൻഡ് ആണോ? എന്തായിരിക്കും? ഈ 90% സബ് കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് അറിയില്ലാത്ത, നമ്മൾക്ക് അത്രയും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഈ 90% ഉള്ള ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നമ്മുടെ ജീവിതത്തെ. മറ്റേതെന്താണ്? വെറും ചെറിയ ഒരു പെർസെന്റേജ് ഉള്ളൂ, വേണമെങ്കിൽ അത് 5% എന്ന് പറയാം, അത്രയും കുറവേ ഉള്ളൂ നമ്മുടെ. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. ഇവിടെ ഇത് തമ്മിലൊരു ഫിൽട്ടർ ഉണ്ട്. എല്ലാ കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നില്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹൈ ഇമോഷനോട് കൂടി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെ? ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ലൈഫിൽ ദിവസവും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ മറന്നു പോകാറുണ്ട്. പക്ഷെ നമ്മളെ ഒരാള് കുത്തി നോവിച്ച, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര വിഷമിപ്പിച്ച ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയും, ഞാൻ മരിച്ചാലും മറക്കില്ല. കാരണം എന്താണ്? അത് നമ്മളെ അത്രത്തോളം ബാധിച്ചു. അത് ഈ ഫിൽട്ടർ കടന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തി. അതാണ് നമ്മളെ വീണ്ടും തിരിച്ചു വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്, അതാണ് നമ്മുടെ ബിഹേവിയറും അല്ലെങ്കിൽ ക്യാരക്ടറൊക്കെ ആയിട്ട് മാറുന്നത്. അതായത് നമ്മുടെ ഐസ്ബർഗ് അനലോജിയിൽ പറയുന്നത് 10% കോൺഷ്യസ് ആണ്, 90% സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. ഇതാണ് നമ്മുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സക്സസിനെ നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മുടെ മോസ്റ്റ് ബിഹേവിയർ ഈസ് ഡ്രിവൻ ബൈ സബ് കോൺഷ്യസ് പ്രോഗ്രാം. നമ്മൾ എന്താണോ, ചെറുപ്പം മുതൽ നമ്മൾ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മൈൻഡിന് കൊടുക്കുന്നത്, ആ ചിന്താഗതി നമ്മൾ പറയുമ്പോൾ പുറമേ നല്ല ഞാൻ ഭയങ്കര ഒക്കെയാണ് എന്നുള്ള രീതിയിൽ പറയുമെങ്കിലും, ആ സമയത്ത് ചിലവരെന്ത് ചെയ്യും, ഇന്റേണലി കൊടുക്കുന്നത് എനിക്ക് പുറമോടിയൊക്കെ ഉള്ളൂ, ഞാൻ ആളെ പേടിത്തൊണ്ടനാണ്, അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും എന്താണ്, വളരെ കോൺഫിഡൻസോട് കൂടി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ പറയും, ഞാനിതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോ നമ്മൾ എന്തെങ്കിലും പറയുന്നതല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം എന്താ? ഞാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ് എന്നാണ് ഉള്ളിലേക്ക് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത്. നമ്മൾ പുറമേ പറയുന്നതല്ല, നമ്മൾ പുറമേ പറയുമ്പോഴും മനസ്സിലൊരു കാര്യം തോട്ട് ചെയ്യുന്നുണ്ട്, ആ തോട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ പുറമേ ഞാൻ ഓക്കെ ആണ് എന്ന് പറയുമ്പോ അത് മറ്റുള്ളവരെ കാണിക്കാനായിരിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിള്, നമ്മള് വീട്ടില് എന്തെങ്കിലും ഭയങ്കര വഴക്കിൽ നിൽക്കുമ്പോഴായിരിക്കും പുറമേന്ന് ഒരു ഗസ്റ്റ് വരുന്നത്. ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ പോയി ഡോറ് തുറക്കുന്നു. ആ ഡോറ് തുറക്കുന്ന സമയത്ത് നമ്മൾ അവരെ ചിരിച്ചു കാണിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിൽ നടന്ന ആ ഒരു കാര്യം, ആ ഒരു സങ്കടം ഉള്ളിൽ നടക്കുന്നുണ്ട്, ഞാൻ ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ ആ മെസ്സേജ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൈൻഡില്. പക്ഷെ പുറമോടിക്ക് വേണ്ടി നമ്മൾ ചിരിച്ചു കാണിക്കും.
അപ്പൊ മെസ്സേജ് കൊടുക്കുന്ന ജസ്റ്റ് ചിരി കൊടുക്കുമ്പോ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ ആ മറ്റു കാര്യം മറന്നു കഴിയുമ്പോഴാണ് ഈ ചിരി ഉള്ളിലേക്ക് പോയിട്ട് അപ്പോ മൈൻഡിന്റെ ഔട്ടടിക്കും. അപ്പൊ സന്തോഷമാണ്. അപ്പൊ ആ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ വരും. പക്ഷെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മുടെ ഉള്ളിലുള്ള ആ തോട്ട്സുകൾക്കാണെങ്കിൽ പുറമേ ചിരിച്ചാലും നമുക്ക് മാറാൻ സാധിക്കില്ല. കാരണം എന്താ, നമ്മൾ എവിടെയാണോ കോൺസെൻട്രേറ്റ്, പുറമേ ഫേസ് കാണിക്കുന്നതിലാണോ നമ്മുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്, അതോ ഉള്ളിൽ നമ്മൾ നടത്തുന്ന ആ ഉള്ളിലുള്ള ഒരു ഇന്നർ ഡയലോഗ് എന്ന് പറയില്ലേ, നമ്മൾ പുറമേ ഒന്ന് പറയുമ്പോഴും ഉള്ളിൽ മറ്റൊന്നും നമ്മൾ കൊടുക്കുന്നത്, ആ ഉള്ളിൽ നമ്മൾ എന്താണോ മൈൻഡിന് കൊടുക്കുന്നത് അതാണ് വർക്കൗട്ടായിട്ട് വരുന്നത്. അപ്പോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ഒരു കാര്യം പറയുക. അതായത് നമ്മൾ വായ് കൊണ്ട് പുറമേ പറയുന്നതല്ല, നമ്മുടെ മൈൻഡിൽ ഉള്ളിൽ ആ ഇന്നർ ഡയലോഗ് എന്ന് പറയും, നമ്മുടെ ഉള്ളിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ ഞാൻ ഇതാണ് എന്ന് നമ്മൾ എപ്പോഴും എപ്പോഴും പറയുന്ന ആ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ആ ഇന്നർ ഡയലോഗ് എന്താണോ അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്. അതുപോലെ നമ്മുടെ ഇമോഷൻസ്. അപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോൾ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തണമെങ്കിൽ നിങ്ങൾ അത് ലോജിക്കലി തിങ്ക് ചെയ്യും. ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിലാണ് നിങ്ങളുടെ ലോജിക്കൽ മൈൻഡാണ് ഈ സംഭവങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇടാൻ സാധിക്കാറുണ്ട്. നമ്മൾ ഹിപ്നോട്ടിസത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ ലോജിക്കൽ മൈൻഡിനെ എന്ത് ചെയ്യുക, ഉറക്കിക്കിടത്തി അതിനെ ഓഫ് ആക്കിയിട്ട് നേരിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. അതായത് ഹിപ്നോട്ടിസം ഒരിക്കലും പറയില്ലേ മാജിക് അങ്ങനെ കപടമായിട്ട് കാണിക്കുന്നല്ല, റിയൽ ആയിട്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ എടുത്തിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹിപ്നോട്ടിസം. ഹിപ്നോട്ടിസ്റ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്തൊരു കാര്യം പറയുമ്പോ, ഇപ്പൊ രാത്രിയാണ് എന്ന് പറയുമ്പോ നമ്മളത് കേൾക്കും. പക്ഷെ കേട്ടാലും നമ്മൾ എന്ത് ചെയ്യില്ല, ഇത് പകലാണ്, അവിടെ ആര് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലോജിക്കൽ മൈൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ലോജിക്കൽ മൈൻഡ് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ രാത്രിയല്ല, കേൾക്കാൻ മാത്രം മതി, അത് രാത്രിയല്ല എന്നുള്ള ഇൻഫർമേഷൻ ആണ് നമ്മുടെ ലോജിക്കൽ മൈൻഡ് കൊടുക്കുന്നത്. പകരം നിങ്ങൾക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി തന്നപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമാജിൻ ചെയ്യൂ, ഞാൻ അവിടെ നിങ്ങളോട് തന്ന നിർദ്ദേശം ഇതായിരുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമാജിൻ ചെയ്യൂ എന്നതായിരുന്നു നിങ്ങൾക്ക് തന്ന മെസ്സേജ്. അപ്പൊ ഞാൻ അവിടെ എന്താ ലോജിക്ക്, നിങ്ങൾക്കറിയാം ഇത് ശരിയല്ല, ഇമാജിൻ ചെയ്യാനാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ഞാനത് ഇമാജിൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ഇമാജിനേഷൻ ആണ് ഉള്ളിലേക്ക് നിങ്ങളുടെ പോയത്. അല്ലാതെ നിങ്ങളത് വർക്ക് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ലോജിക്കലി തിങ്ക് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ലോജിക്കൽ മൈൻഡിലേക്കാണ് പോകുന്നതെങ്കിൽ ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് അയ്യോ ഇവിടെ മാഗ്നറ്റ് ഒന്നും ഇല്ലല്ലോ, ഇനി ആരാണോ അങ്ങനെ ചിന്തിച്ചത് ആദ്യം ലോജിക്കൽ മൈൻഡിലേക്ക് കൊടുത്തിട്ട് ചിന്തിച്ചവർക്ക് ഈ സംഭവം വർക്ക്ഔട്ട് ആയിട്ടില്ല. കാരണം എന്താണ്, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ലോജിക്കൽ മൈൻഡിൽ അവിടെ ഇതൊന്നും മാഗ്നറ്റ് ഒന്നും ഇല്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കാനല്ല പറഞ്ഞു, നേരെ തിരിച്ച് ലോജിക്കൽ മൈൻഡിനോട് തന്നെ പറഞ്ഞു നീ ഒന്ന് ഇമാജിൻ ചെയ്യ്. ലോജിക്കൽ മൈൻഡ് സമ്മതിച്ചു, ഇമാജിൻ ചെയ്യാൻ കുഴപ്പമില്ല, റിയൽ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ലോജിക്കൽ മൈൻഡ് ഇതെല്ലാം ഇമാജിൻ ചെയ്തു, ഇമാജിൻ ചെയ്ത കാര്യങ്ങൾ നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഹിപ്നോട്ടിസ്റ്റ്, അത് വേറെ ഫേക്ക് ആയിട്ട് ഇതൊന്നുമില്ല. അവര് നമ്മുടെ ലോജിക്കൽ മൈൻഡ് അങ്ങ് ഓഫ് ചെയ്യും, എന്നിട്ട് അവർ ഇൻഫർമേഷൻസ് നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കും. ആ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തിട്ട് ആ രീതിയിൽ പ്രതികരിക്കുന്നതാണ്. അല്ലാതെ അവിടെ വേറെ ഇപ്പോ മെന്റലിസത്തിലൊക്കെ ആണെങ്കിൽ കാണിക്കുന്നത് പലതും ട്രിക്സ് ആണ്. പക്ഷെ ഇതിലൊരു ട്രിക്കും കാണിക്കുന്നില്ല. ഹിപ്നോട്ടിസം റിയൽ ആയിട്ട് ഈ മൈൻഡിന്റെ പവറാണ്. അതുകൊണ്ട് ഒരു ഹിപ്നോട്ടിസിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അപാര ശക്തികൾ. എന്താണ് ഹൗ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക്, അതായത് നമ്മുടെ റിപ്പീറ്റഡ് തോട്ട്സ് അല്ലെങ്കിൽ ബിലീഫ്സ്. ഞാൻ പറഞ്ഞു നമ്മൾ വായി കൊണ്ട് പറയുന്ന കാര്യങ്ങളല്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ പറഞ്ഞില്ലേ ഇന്നർ തോട്ട്, ഇന്നർ ഉള്ളിലുള്ള നമ്മുടെ ആ ഒരു ടോക്കാണ് ഉള്ളിൽ പോകുന്നത്. നമ്മൾ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ മനസ്സിൽ പറഞ്ഞോണ്ടാ പറയണേ, ആൾക്കാരെ കേൾപ്പിക്കാൻ ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ എത്രയാണ്, ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കും വായും കൊണ്ട് പുറം ലോകത്തെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ഓക്കെയാണെന്ന് പറയുന്നത്. അത് വർക്കൗട്ട് ആവും? ഒരിക്കലുമില്ല. നമ്മുടെ ഇന്നർ ടോക്ക് എന്താ, ഞാൻ ഓക്കെ അല്ല എന്നതാണ്. പകരം നമ്മുടെ ഇന്നർ ടോക്ക് ഞാൻ ഓക്കെ ആണ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിന് അത്രയേ ഉള്ളൂ. എത്ര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ
ഫീൽ ഉണ്ടെങ്കിലും ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഇൻഫർമേഷൻ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്താൽ ആ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും പിന്നെ വറി ചെയ്യില്ല. നമ്മൾ ഓക്കെ ആണെന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഒരു എനർജി ആണ് വരുന്നത്. അതുപോലെ ഡു നോട്ട് ആർഗ്യൂ ഓർ ജഡ്ജ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും ജഡ്ജ് ചെയ്യുന്നില്ല, ആർഗ്യൂ ചെയ്യുന്നില്ല. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ആദ്യം ഇമാജിൻ ചെയ്യൂ, ഇവിടെ ഒരു എന്താണ് ഇതുണ്ട്, എന്താ മാഗ്നറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ലോജിക്കലി നിങ്ങളുടെ അടുത്ത് അത് ചെയ്യാനാണ് പറഞ്ഞത് എങ്കിൽ അതെന്താണ്, അത് നമുക്ക് ഒരിക്കലും ആർഗ്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വാട്ട് ഇറ്റ് ഈസ് റിപ്പീറ്റഡ്ലി ടോൾസ്. നമ്മൾ എന്താണോ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ വരുന്നത്. അപ്പോ ഇതുപോലെ നമ്മുടെ ന്യൂറൽ പാത്വേസ് വീണ്ടും വീണ്ടും വരുന്നത് സ്ട്രെങ്തൻ ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇതിന് ഏറ്റവും നല്ല ടെക്നിക്സ് ആണ് പോസിറ്റീവ് അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ, പ്രയർ ആൻഡ് ഫെയ്ത്ത്, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്. ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കോൺഫിഡൻസ്, ഫിയർ അല്ലെങ്കിൽ എന്താണ് ഹാബിറ്റ്, ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ ടേക്ക് അവേസ്: തോട്ട് ബിക്കം ബിലീഫ്, ബിലീഫ് ഷേപ്പ് ആക്ഷൻസ്, ആക്ഷൻ ക്രിയേറ്റ് റിസൾട്ട്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ, ദ ഗ്രേറ്റസ്റ്റ് പവർ വിൽ എവർ ഡിസ്കവർ ഈസ് വിത്ത് യുവർ ഓൺ മൈൻഡ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ നിങ്ങൾ തിരിച്ചറിയുക, ആ പവർ യൂസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ സക്സസ് ആക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ്. നിങ്ങളുടെ ഫസ്റ്റ് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് ഇൻഫർമേഷൻ ആണോ നമ്മൾ കൊടുക്കുന്നത്, അതിനു വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പോ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിൽ വിഷ്വലൈസേഷൻ വരുന്നുണ്ട്, അഫർമേഷൻസ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കോൺഫിഡന്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ് എന്നുള്ള കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വർക്കൗട്ട് ആയിട്ട് വരും. അപ്പൊ നമ്മൾ എന്താണോ, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കണം. ഈ ഫേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത്, ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഫേക്ക് ആണെന്ന് തന്നെയാണെങ്കിൽ നമ്മുടെ ലോജിക്കൽ ബ്രെയിനിനെ മാറ്റി നിർത്തി ഞാൻ കൊടുക്കുന്നത് റിയൽ ആണ് എന്നുള്ള രീതിയിൽ സബ് കോൺഷ്യസിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, സബ് കോൺഷ്യസ് വർക്ക് ചെയ്യും. പകരം ഇതൊന്നും നടക്കൂല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് ഞാൻ നടക്കൂല എന്ന് ഞാൻ തെളിയിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വർക്കൗട്ട് ആകും. അപ്പോ നമ്മുടെ ഏറ്റവും വലിയ പവർ ആയിട്ടുള്ള ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലൈഫ് ഏറ്റവും, അതായത് പലപ്പോഴും നമുക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ റീസൺ നമ്മൾ കൊടുക്കുന്ന, നമ്മൾ വീക്കാണ് അല്ലെങ്കിൽ പല രോഗങ്ങൾക്കും കാരണം സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആയിരിക്കും. നമുക്ക് പലർക്കും മുട്ടുവേദന, നടുവേദന കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലും, ഒരു ഇഷ്യൂസും അവർക്ക് ഉണ്ടാവില്ല. എല്ലാ രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണെന്നല്ല, പല സൈക്കോസൊമാറ്റിക് രോഗങ്ങളും നമുക്ക് മാറ്റാൻ ഏറ്റവും ഈസി വേ ഈ മൈൻഡിന്റെ പവർ മനസ്സിലാക്കാണ്. അതായത് പലർക്കും നടുവേദന ഉണ്ടാവാം, മുട്ടുവേദന ഉണ്ടാവാം, ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഉള്ള സ്കാനിങ്ങും ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നു, ഒരസുഖം അവർക്ക് ഉണ്ടാവില്ല, പക്ഷെ അവരുടെ വേദന വിട്ടുമാറുന്നില്ല. ഇതൊക്കെ ശരിക്കും സൈക്കോസൊമാറ്റിക് കാര്യങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഹിപ്നോട്ടിസത്തിന് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടാൻ നമുക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മൈൻഡിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുന്നത് പോലെ നമുക്കും നമ്മുടെ ലൈഫിൽ എന്താണോ വേണ്ടത്, നമ്മുടെ അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് വരുന്നത് ഈ ഒരു മൈൻഡിന്റെ, നമ്മൾ മൈൻഡിന് കൊടുത്ത ഇൻഫർമേഷൻ പ്രോപ്പർ ആവാത്തപ്പോഴാണ്. അപ്പൊ അതിന് നമ്മൾ പ്രോപ്പർ ഇൻഫർമേഷൻ കൊടുത്ത് നമ്മളൊക്കെ അതിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഏതൊരു മേഖലയിലും, അതായത് ഹെൽത്ത് ആ ഒരു മേഖലയില്, നമ്മുടെ കരിയർ മേഖലയില്, അതുപോലെ നമുക്ക് സക്സസ് ആകാൻ വേണ്ടി ഇതിനെല്ലാം ഈ പവർഫുൾ ആയ ടൂള് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈഫിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ ടൂളിനെ മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗിക്കുക എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഓവർ ടു യു മാം.
കൃഷ്ണ മാം. താങ്ക് യു സോ മച്ച് മാം. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. നമുക്കൊരു ലൈവ് മെഡിറ്റേഷൻ കിട്ടിയതുപോലെ അതുപോലെ തന്നെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ മനസ്സിലാക്കി തരുന്ന കുറച്ച് ആക്ടിവിറ്റീസും കൂടി ചെയ്യിപ്പിച്ചപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഡിഫറൻസും കോൺഷ്യസ് മൈൻഡിന്റെ ഡിഫറൻസും മാം വളരെ നന്നായി പറഞ്ഞു തന്നു. അപ്പോൾ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. കാരണം തുടരെ അങ്ങനത്തെ ക്ലാസ് കിട്ടുന്നത് നല്ലതാണ്. ഇന്നലെ ഇപ്പോ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ട് ഒരാൾ ക്ലാസ് എടുത്തിരുന്നു, ഡോക്ടർ ജോസഫ് മാർക്കിയുടെ. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണ സഹിതം ഒക്കെ പറഞ്ഞു ആ ഫസ്റ്റ് പ്രാക്ടിക്കൽ സെക്ഷൻ ഒക്കെ. അപ്പോ എനിക്ക് ഇതിലിപ്പോ പറയാനുള്ളത്, ഇതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അവര് വന്നവരും വരാത്തവരൊക്കെ ഉണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനുള്ള ബുക്കുകളൊക്കെ എല്ലാവരും വായിക്കും, ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ കേൾക്കും. ഇത് ഇംപ്ലിമെന്റ് ചെയ്യില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റാ. വിശ്വാസമല്ല, അഫർമേഷൻ പറയും. ഞാൻ റിച്ച് ആണ്, ഞാൻ ബില്ലിയനർ ആണ്, അതൊക്കെ അഫർമേഷൻ പറയും. എന്നിട്ട് നമ്മളെ ഇതിലേക്ക് ചിലപ്പോ ഒരു ഒത്തുകൂടലിന്റെ കാര്യം പറയും. നമ്മൾ വയനാട്ടില് ഒരു പരിപാടി വെക്കുന്നുണ്ട്, എല്ലാവരും വരണം. അപ്പൊ പറയുന്ന കാര്യം എന്താ ആയിട്ടുണ്ട്. പക്ഷെ ഈ വിശ്വാസം ഉള്ള കാര്യം നമ്മൾ ആ ഭാവനയോട് കൂടി നടന്നാലേ, ആ വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ അത് ഇംപ്ലിമെന്റ് ആവുള്ളൂ. ഈ കയ്യിലുള്ള പണം നമ്മൾ ഇറക്കി ചെലവാക്കിയാൽ അടുത്ത പണം വരുള്ളൂ. അതിന് വിശ്വാസമല്ല. എന്റെ കയ്യിൽ ആകെ 10,000 രൂപ ഉള്ളൂ, എന്നിട്ട് ഞാൻ പറയുന്നത് എന്താ, ഞാൻ മില്ലിയനിയർ ആണ്, ഞാൻ റിച്ച് ആണ്, ഞാൻ പോസിറ്റീവ് ആണ്, ഞാൻ ബോൾഡ് ആണ്, ഇതൊക്കെ പറയും. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റാ. നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലച്ച് പിടിക്കണം, ഗിയർ ഇടണം, ക്ലച്ച് വിടണം, ആക്സിലറേറ്റർ കൊടുക്കണം. ഇത് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് അതിന്റെ അനുഭവം. പക്ഷെ വണ്ടി ഓടിച്ചു കഴിഞ്ഞ് പ്രാക്ടീസ് ആയാലും ഇപ്പൊ വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം. ഇപ്പൊ നമ്മളെ വണ്ടി ഓടിക്കുന്നത് നമ്മളെ കോൺഷ്യസ് മൈൻഡ് അല്ല, സബ് കോൺഷ്യസ് മൈൻഡാണ്. കാരണം നമ്മൾ സംസാരിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു, അവിടേക്ക് നോക്കുന്നു, ഇവിടേക്ക് നോക്കുന്നു. നമ്മളെ കണ്ണ് മാത്രം റോഡിലേക്കുള്ളൂ, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി ആണ്. ഗിയർ ഡൗൺ ചെയ്യുന്നു ഒക്കെ നമ്മളല്ല, സബ് കോൺഷ്യസ് മൈൻഡാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കണ്ണ് മാത്രം റോഡിലേക്ക് നോക്കുന്നുണ്ട്, മുന്നിലേക്ക് തടസ്സങ്ങൾ ഉണ്ടോ എന്ന് മാത്രം. വണ്ടി ഓടിക്കുമ്പോ പഠിക്കുമ്പോ നമ്മൾ അങ്ങനെയാണോ? അല്ല. പക്ഷെ അതാണ് ഇതിലുള്ള വിശ്വാസം ഇല്ലാതെ നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യം ശരിക്കും ഫുൾ അഫർമേഷനാണ്. നമ്മൾ പറയുന്നുണ്ട് ഞാൻ പോസിറ്റീവാണ്, ഞാൻ ബോൾഡ് ആണെന്നൊക്കെ. എന്നിട്ട് നമ്മള് എന്നെന്ത് വരാഞ്ഞെന്ന് പിന്നെ ബോസ് വെക്കുമ്പോ പനിയാണ്. ആ കളവ് അഫർമേഷനാണ്. ആ പനി നമ്മളിലേക്ക് എത്തും. അതാണ് ഞാൻ പറഞ്ഞ ചൂടിന്റെ കാര്യം പറഞ്ഞതുപോലെ. അത് ചിലപ്പോ നമ്മൾ ഈ പേടിയോടുകൂടി ഫീലിങ്സോട് കൂടി പറയുമ്പോൾ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് ഡോക്ടർ ആക്ച്വലി പറഞ്ഞത്. നല്ലൊരു സെക്ഷൻ ആയിരുന്നു, സൂപ്പർ സെക്ഷൻ. കാരണം നമ്മള് ആ ചെറുനാരങ്ങയുടെ ഒക്കെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ചെറുനാരങ്ങ വായിൽ ഉറ്റിക്കുന്നതൊക്കെ സങ്കല്പിച്ചാൽ അത് റിയലായിട്ട് പിന്നെ അങ്ങനെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ നാവിൽ വെള്ളം വരും. പുളിയുടെ കാര്യമൊക്കെ അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോ ആ ഫസ്റ്റിലെ സംഭവം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവം അത് എന്തായാലും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ വിശ്വാസത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലുള്ളവരോട് പറയാനുള്ളത്. മാമിന്റെ ക്ലാസ് ഇനി പ്രതീക്ഷിക്കുന്നതാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ, വളരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഉദാഹരണത്തോടു കൂടി പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. താങ്ക് യു നഫൽ സർ. ഞാൻ നിങ്ങളുടെ ആദ്യം ഒരു ക്ഷമ ചോദിക്കട്ടെ. എനിക്ക് ഫോണിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോള് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഒരു 36 കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു 6:36 കഴിഞ്ഞ് ഗ്രൂപ്പിൽ നിന്ന് ആരോ ടൈം 6:30 വരെ ആലും ടൈം കഴിഞ്ഞിട്ട് വിളിക്കുന്നതാണോ എന്നൊരു ടെൻഷൻ വന്നത് കൊണ്ടാണ് പിന്നീട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു തീർത്തത്. റിയലി സോറി. അപ്പൊ ഞാൻ അങ്ങനെ ഒരു തെറ്റായ ധാരണയിലേക്ക് പോയി. ഫോണിൽ മെസ്സേജ് വന്നപ്പോ നോക്കിയപ്പോ സമയം ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കണ്ടത് അങ്ങനെയാണ്, ടൈം കഴിഞ്ഞു പോയത് കൊണ്ട് ഗ്രൂപ്പിൽ നിന്ന് ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു തോട്ട് വന്നിട്ടാണ് ഞാൻ പെട്ടെന്ന് ലാസ്റ്റ് പോർഷൻസ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് കറക്റ്റ് ടൈമിനുള്ളതൊക്കെ ആയിട്ടായിരുന്നു വന്നത്. പക്ഷെ ആ ഒരു ഫോൺ കോൾ വന്നപ്പോൾ സമയം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സമയം കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും. കാരണം ഈ മോർണിംഗ് ടൈമിൽ അങ്ങനെ കോളുകൾ വരലില്ല.
പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അത് മറ്റൊരു കോളായിരുന്നു. റിയലി സോറി. അതാണ് ആ ലാസ്റ്റ് സ്ലൈഡ്സുകളൊക്കെ ഫാസ്റ്റ് ആയിട്ട് പോയത്. ടൈം കഴിഞ്ഞു എന്ന് എനിക്കൊരു തോട്ട് വന്നത് കൊണ്ടാണ് ഞാൻ സ്ലൈഡ്സ് ഫാസ്റ്റ് ആയിട്ട് നോക്കി. അല്ലെങ്കിൽ കുറെ കൂടി ഇൻഫർമേഷൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു 6:25 ആവുമ്പോൾ സ്ലൈഡ് തീരാൻ പാകത്തിനായിരുന്നു ഞാൻ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഉള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സ്ലൈഡ് ഇതാക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ സമയം, കാരണം സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കറക്റ്റ് ടൈം കിട്ടില്ല. സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടൈം ആയിട്ടില്ല എന്നുള്ള കാര്യം ക്ലിയർ ആയത്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാവരും. മാജിക് മോർണിംഗ് നല്ല ടോപ്പിക്കാണ്. സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിയുള്ള ഒരു ക്ലാസ്, നല്ല ഉദാഹരണ സഹിതം ക്ലാസ് കേൾക്കാൻ പറ്റി. നല്ല നല്ല പവർഫുൾ ആയിരുന്നു ക്ലാസ്. നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണ സഹിതം ഒരു അനുഭവം കൂടി ഇപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് ഒരു കണ്ടി വന്നു. കാരണം മാഗ്നറ്റിന്റെ പവർ എന്താന്നുള്ളത് നല്ലൊരു ടോപ്പിക് ആയിരുന്നു നമുക്ക്. ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ടോപ്പിക്കാണ്. താങ്ക് യു. മാജിക് മോർണിംഗ് സുന്ദർസ് മാം വളരെ നന്നായിരുന്നു. നമ്മളെ ഈ 90% വരുന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ പവർഫുൾ ശരിക്ക് നമ്മളിലേക്ക് എത്തിച്ച് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായ പ്രസന്റേഷൻ ആയിരുന്നു. അത് നമ്മൾ എപ്പോഴും ഇമാജിൻ ചെയ്യുന്നത് വളരെ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ഇന്ന് കിട്ടിയിട്ടുണ്ട്. മാമിന്റെ ആ ആക്ടിവിറ്റി വളരെ നന്നായിരുന്നു. ഞാൻ ഈ LIC ആയിട്ട് കുറച്ച് ബന്ധമുള്ളതിനെ കൊണ്ട് LICന്റെ എംബ്ലം പോലെയാണ് കൈ വെച്ചത്. നടുക്കിലൊരു ഗോളം പോലെ ഉണ്ടായി. അത് ഈ അട്രാക്ട് ചെയ്യുന്ന പോലെ വളരെ സിൻസിയർ ആയിട്ട് തന്നെ ബിലീവ് ചെയ്തതിനെ കൊണ്ട് കൈ ടച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഒരു സാധനം ഇല്ലെങ്കിലും നമുക്ക് അത് സംഗതി ഇതിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. അപ്പം നമ്മളെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ന് ക്ലാസ്സുകളിലും മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. വേറെ ആരെങ്കിലും ഇനി ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ശബാസ് മാം, വളരെ നല്ലൊരു ക്ലാസ്സാണ്, നല്ലൊരു സെക്ഷനായിരുന്നു. ആദ്യം ഹായ് ശബന മാം, താങ്ക് യു. ഇന്നലത്തെ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും ഒരേ. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ മാം. ഹലോ മാം, പറഞ്ഞോളൂ, കേൾക്കാം. ശൈല മാം പറഞ്ഞോളൂ. അല്ല, അതിന്റെ ഇടയ്ക്ക് ഷൈനി പറഞ്ഞില്ലായിരുന്നു. ഷൈനിയുടെ അത് കട്ടായി പോയി. കേൾക്കാമോ എന്നെ? കേൾക്കാം മാം, പറഞ്ഞോളൂ. ഓക്കെ. അതെ, ഞാൻ കൈ പിടിച്ചത് തെറ്റിപ്പോയി. പിന്നെയാണ് ക്ലിക്ക് ചെയ്തത്. പറഞ്ഞതുപോലെ ഈ രീതിയിലായിരുന്നു പിടിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ മാം, ഇന്നലത്തെ ക്ലാസ് പറഞ്ഞതുപോലെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ക്ലാസ് തന്നെയായിരുന്നു. അതുപോലെ ഇന്നലെ അത് പ്രാക്ടിക്കൽ സെഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും അതിന്റെ പ്രാക്ടീസും കൂടെ ആയപ്പോഴത്തേക്കും ആണ് നമ്മുടെ പവർ എന്നും എങ്ങനെയാണ് നമ്മളൊരു ആഗ്രഹം നേടി. വെരി വെരി താങ്ക്സ്. ഇനി വെരി മച്ച്. താങ്ക് യു മാം. ശബാസ് മാം, നല്ലൊരു സെക്ഷനായിരുന്നു. വേറെ ആരെ പറയുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അതോടെ കേൾക്കുന്നുണ്ട് ഷൈനിമ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. പ്രാക്ടീസ് സെക്ഷൻ ചെയ്തപ്പോ ഞാൻ പോലും അതിശയിച്ചു ഇതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറ്റിയെന്നുള്ളത്. അതായിരുന്നു അത്. നമ്മൾ ആ ഇൻപുട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് റിസൾട്ട് കറക്റ്റ് ആയിട്ട് വന്നു എന്നുള്ളതായിരുന്നു. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു ഷൈനിമ. നമ്മൾ സംസാരിച്ചതും അത് തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റ് ആണെങ്കിൽ അപ്പൊ ഈ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല. കാരണം ആ കൊടുത്ത ഇൻപുട്ട് ആരാണോ കറക്റ്റ് ആയിട്ട് കൊടുത്തത് അവർക്കെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ടാവും. നമ്മൾ മൈൻഡിന് കൊടുക്കുന്നത് ജസ്റ്റ് ഫേക്ക് ആയിട്ട് പുറമേ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്നർ ടോക്ക് എന്താണോ ആ ടോക്കാണ് നമുക്ക് വർക്കൗട്ട് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇന്നർ ടോക്ക്
ഹൈലി പോസിറ്റീവ് ആയിട്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആരാണോ ഈ നെഗറ്റീവ് ടോക്സ് ഉള്ളിലേക്ക് കൊടുക്കുന്നത്, പുറമെ വായ കൊണ്ട് ഒരുപാട് പോസിറ്റിവിറ്റി ഒക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ നെഗറ്റീവ് ടോക്ക് കൊടുത്താൽ നെഗറ്റീവ് ആയിരിക്കും നമുക്ക് വരണം. എന്താണ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആ ഒരു ടോക്ക്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമുക്ക് മാത്രം നമ്മുടെ ഇന്നർ ടോക്ക് എന്താണെന്ന് അറിയാൻ പറ്റൂ. അതുപോലെ ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെയും ഈ ഒരു പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ആയിരുന്നു എന്ന്. അപ്പോ നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹമുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്സ് ഏത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം. ഞാനൊരു കൗൺസിലർ ആണ്, സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ കൂടുതൽ റിസർച്ച് നടത്തുന്നത് മൈൻഡിനെ കുറിച്ചാണ്. ഈ സെപ്റ്റംബറിൽ എനിക്ക് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് അതിനുള്ള അവസാനവട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വ്യാഴാഴ്ച PhDയുടെ തീസിസ് സബ്മിഷന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിൽ ഞാൻ എടുത്തു തരുന്നത്. ഇന്നലത്തേത് ഇന്നും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി കണക്ട് ആയി, ആയത്തിൽ പഠിക്കാൻ പറ്റി. അതാണ് ഓരോരുത്തരും ഓരോ ടോപ്പിക്ക് വ്യത്യസ്ത രീതിയിലാണല്ലോ പറയാ. അപ്പം കുഴപ്പമില്ല, കണ്ടിന്യൂഷൻ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു പുസ്തകം രണ്ടുപേര് വായിക്കുമ്പോൾ രണ്ടാശയം കിട്ടുന്നത് പോലെയാണ്. കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടി ഇന്നത്തെ ക്ലാസ്സിന്. ഇന്നത്തെ ക്ലാസ്സും നന്നായിരുന്നു. ഇന്നത്തെ ക്ലാസ് അതിഗംഭീരായിരുന്നു. വൈൻഡപ്പ് ചെയ്യാലോ? ഇനി ആരെങ്കിലും ഉണ്ടോ? സുരേഷ്ണ മാം. താങ്ക് യു സോ മച്ച് മാം. ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു എവ്രിവൺ. താങ്ക് യു മാം. Thank you, Shavak ma'am, and all the best. ഡോക്ടറേറ്റ് കിട്ടാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു സർ.